നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെരീഖ്. ഞാൻ SUT ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തിലാണ്. ഒക്ടോബർ മാസം 3ാമത്തെ ആഴ്ച ലോകമാസകലം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ വീക്കായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതായത് അണുബാധ നിയന്ത്രണത്തിനുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ലോകമെങ്ങും ആചരിച്ചു വരുന്ന ഒരു ആഴ്ചയാണ്. അപ്പോൾ ഈ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ വീക്ക് നമ്മൾ ആചരിച്ചു വരികയാണ്. അപ്പോൾ ഇത്തവണ ഇതിൻ്റെ തീമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂവിങ് ദ നീഡിൽ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ അടുത്ത പടിയിലോട്ട് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകമാസകലം ഈ കോവിഡ് വന്നതിന് ശേഷം പൊതുവെയുള്ള അണുബാധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു അവബോധം എല്ലാവർക്കും കുറേയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മാസ്ക് ധരിക്കുക, അതുപോലെ ഹാൻഡ് ഹൈജീൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം അവബോധം വന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത ലെവലിലോട്ട് നമ്മൾ കടന്നിട്ട് ഈ അണുബാധ നിയന്ത്രണത്തിന് ആശുപത്രിക്കകത്ത് നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ വീക്കിൻ്റെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ വൈറസുകൾ നമുക്കിപ്പോൾ കണ്ടുവരുന്നു. ഇപ്പം നിപ്പ കണ്ടുവരുന്നു, എംപോക്സ് പോലത്തെ പുതിയ പുതിയ വൈറസുകളും കണ്ടുവരുന്നു. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സത്വര നടപടികൾ നമ്മൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹാൻഡ് ഹൈജീൻ, കോഫ് എറ്റിക്വെറ്റ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരാഴ്ചയുടെ ഉദ്ദേശം. നമസ്കാരം.